അർമേനിയ ഇറാനും അസർബൈജാനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ് അർമേനിയ. എന്തുകൊണ്ടാണ് അതിനെ ലാൻഡ് ലോക്ക്ഡ് എന്ന് പറയുന്നത്? ആ ഒരു രാജ്യത്തിന് ഏതെങ്കിലും ഒരു രാജ്യം കടന്നതിന് ശേഷം മാത്രമേ സമുദ്രവുമായി കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് മാത്രമല്ല, അർമേനിയക്ക് ഇനിയും പ്രത്യേകതകളുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യമാണ് അർമേനിയ. വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ഏറ്റവും പഴക്കമുള്ള വൈനറിയും ഇവിടത്തെ ഒരു പ്രത്യേകതയാണ്. സ്വന്തമായിട്ട് ആൽഫബറ്റ് ഉള്ള ഒരു കൺട്രി. എ പെർഫെക്റ്റ് വിന്റർ ഡെസ്റ്റിനേഷൻ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ദ ലോങ്സ്റ്റ് നോൺ സ്റ്റോപ്പ് ഡബിൾ ട്രാക്ക് കേബിൾ കാറും അർമേനിയയിലുണ്ട്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസ് ഇവിടെയുണ്ട്. റിച്ച് ഹിസ്റ്ററി, കൾച്ചർ, ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് എന്നൊന്നും മാത്രം പറഞ്ഞാൽ പോരാ. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളികളും നിങ്ങൾക്ക് കാണാം. പള്ളിക്കകത്ത് ജയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും ഈ ഒരു ജയിലുകളാണ്. അർമേനിയൻസിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് സെന്റ് ഗ്രിഗറി ദ ഇല്ലുമിനേറ്റർ. അദ്ദേഹത്തെ അന്നത്തെ രാജാവ് 13 വർഷമാണ് ഈ ഒരു ജയിലിനകത്ത് തടവിലിട്ടത്. വെറും വെള്ളവും ബ്രെഡും ആയിട്ട് അദ്ദേഹം അവിടെ സർവൈവ് ചെയ്ത ഈ ഒരു ചരിത്രം നിൽക്കുന്നത് കോർ വിരാപ്പ് എന്ന ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുർക്കി അർമേനിയ ബോർഡറിലുള്ള ഒരു മെജസ്റ്റിക് വോൾക്കാനിക് മൗണ്ടെയിൻ കാണാം. നോഹയുടെ പേടകത്തിന്റെ അവസാന അവശിഷ്ടവും ആ ഒരു മൗണ്ടെയിനിലുണ്ട്, ദ മൗണ്ട് അറാറത്ത്. അർമേനിയനെ സറൗണ്ട് ചെയ്തിട്ടുള്ളത് 4 കൺട്രീസ് ആണ്: തുർക്കി, ജോർജിയ, അസർബൈജാൻ, ഇറാൻ. ഇനിയും ഒരുപാട് കാണാനും ഉണ്ട്, അറിയാനും ഉണ്ട്. ആസ് എ ട്രാവലർ യു വിൽ ലവ് ദിസ് പ്ലേസ്. സോ വിസിറ്റ് അർമേനിയ.